ആശങ്കയായി പത്തനംതിട്ട ജില്ലയിൽ മഴ തുടരുകയാണ്. ജലനിരപ്പ് പരമാവധിയിലെത്തിയ മൂഴിയാർ ഡാമിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഡാം അല്പസമയത്തിനകം തുറക്കും. കക്കാട്ടാറിലും പമ്പയിലും വീണ്ടും ജലനിരപ്പ് ഉയരാനാണ് സാധ്യത. ഗോകുലെ ആശങ്കാജനകമായ വിവരങ്ങളാണല്ലോ ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ നിന്നും പുറത്തുവരുന്നത്. മൂഴിയാർ ഡാമിലടക്കം റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിലവിൽ അവിടുത്തെ മഴ സാഹചര്യം എങ്ങനെയാണ്? എന്തൊക്കെ മാർഗനിർദ്ദേശങ്ങൾ, എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ അധികൃതർ പുറപ്പെടുവിച്ചിരിക്കുന്നത് അവിടെ? രാഖി, നിലവിൽ പത്തനംതിട്ട ജില്ലയിൽ ഇന്നലെ ഒന്നും പകൽ സമയത്ത് മഴ മാറി നിന്നെങ്കിലും ഇന്നലെ രാത്രിയോടുകൂടി വീണ്ടും ശക്തമായിട്ടുള്ള മഴ ആരംഭിച്ചിരിക്കുകയാണ്, ആശങ്ക നൽകിക്കൊണ്ട്. എന്തായാലും നദികളിൽ വീണ്ടും ജലനിരപ്പ് ഉയരുന്നു എന്നുള്ള വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. പ്രധാനമായിട്ടും പമ്പ അടക്കമുള്ള നദികളിൽ, അച്ചൻകോവിലാറിലൊക്കെ ജലനിരപ്പ് ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ രാത്രി ശബരിമല വനമേഖലയിൽ കനത്ത മഴയാണ് പെയ്യുകയുണ്ടായത്. അതുകൊണ്ട് തന്നെ പമ്പ നദിയിൽ വെള്ളം ഉയർന്നിട്ടുണ്ട്. ഒപ്പം മൂഴിയാർ ഡാം അതിന്റെ പരമാവധി ജലസംഭരണ ശേഷിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. 192 അടിയിലേക്ക് മൂഴിയാർ ഡാമിലെ ജലനിരപ്പ് ഉയർന്നിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഡാം അടിയന്തരമായിട്ട് തുറക്കേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഡാം തുറക്കുന്നതിന് വേണ്ടി ജില്ലാ കളക്ടറുടെ അനുമതി തേടിയിട്ടുണ്ടായിരുന്നു. കളക്ടർ അതിന് അനുമതി നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. റെഡ് അലർട്ട് ഡാമിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏത് സമയം വേണമെങ്കിലും ഡാം തുറന്നു വിടാനുള്ള സാധ്യത കൂടി കണക്കാക്കുന്നു. മൂഴിയാർ ഡാം തുറക്കുകയാണെങ്കിൽ കക്കാട്ടാറിലേക്കായിരിക്കും ആദ്യം വെള്ളം എത്തുക. കക്കാട്ടാർ വഴി പിന്നീട് പമ്പയിലേക്കും വെള്ളമെത്തും. അതുകൊണ്ട് ഈ രണ്ട് നദികളുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്നുള്ളൊരു നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഈ ഘട്ടത്തിൽ നൽകിയിരിക്കുന്നത്. ഒപ്പം ഈ ആറന്മുള അടക്കമുള്ള ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് ഉണ്ടാകാനുള്ള, അല്ലെങ്കിൽ ഒന്നുകൂടി രൂക്ഷമായി മാറാനുള്ള സാധ്യത കൂടി കണക്കാക്കുന്നുണ്ട്. എന്തായാലും അവിടെ നിന്നൊക്കെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മന്ത്രി ടി വിഷ്ണുനാഥിന്റെ നേതൃത്വത്തിൽ എന്തായാലും പത്തനംതിട്ടയിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ തികച്ചും ആശങ്കാജനകമാണ് എന്നുള്ളതാണ്. അവിടെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യം. ഒപ്പം തന്നെ പമ്പയാറിലും കക്കാട്ടാറിലും ഒക്കെ ജലനിരപ്പ് ഉയരുന്നു. അത് കൂടുതൽ ഉയരാനുള്ള സാധ്യത ജനങ്ങൾ, നമുക്ക് ദയവ് ചെയ്ത് പ്രേക്ഷകരോട് ഇത്രേ പറയാനുള്ളൂ. അധികൃതർ പുറപ്പെടുവിക്കുന്ന മുന്നറിയിപ്പുകൾ തീർച്ചയായും അത് പാലിക്കുക. മാറി താമസിക്കുന്ന സാഹചര്യം അത് അത്തരത്തിലുള്ളതാണ് എങ്കിൽ ഒരു റിസ്ക് എടുക്കരുത് എന്നുള്ളതാണല്ലേ. പ്രത്യേകിച്ച് ഈ ഒരു മഴയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കുറഞ്ഞ സമയത്തിനുള്ളിൽ മണ്ണിനെ താങ്ങാനാവുന്നതിലും അധികം മഴ ഇങ്ങ് പെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപകട സാഹചര്യം നിലനിൽക്കുന്ന ഒരു അവസ്ഥ സംസ്ഥാനത്ത് രൂപപ്പെട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ജാഗരൂകരായിരിക്കുക.